ഈ സ്ഥലം ബെന്നി ഓർക്കുന്നുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. അന്നൊരിക്കൽ ഇവിടെ വെച്ചാണ് ആദ്യമായി ബെന്നി എന്റെ ശരീരം ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? ബെന്നി എന്നെ ആഗ്രഹിച്ചത് നൽകാനാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നമുക്ക് ആ വള്ളത്തിന്റെ മറവിലേക്ക് പോകാം. പലരും പങ്കിട്ടെടുത്തു. മുഴുവൻ നഷ്ടപ്പെടും മുമ്പ് ബെന്നിയുടെ വീതം എടുത്തോളൂ. ഡിക്രോസ് എന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ നിമിഷം തന്നെ എന്റെ മരണം കഴിഞ്ഞു. ആ ശവശരീരം പോലും പരിശുദ്ധമായി സൂക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല. ബോംബെയിലെ തെരുവീഥികളിൽ അലഞ്ഞു നടന്നപ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ എന്റെ ലൗലിയുടെ ചിത്രം ഞാൻ സൂക്ഷിച്ചിരുന്നു. അകലെ നിന്നാണെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ മടങ്ങി വന്നത്. മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ല. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സ്ത്രീയുടെ ശരീരമാണ്. വിലയില്ലാത്തത് അവളുടെ സ്ത്രീത്വവും. ലൗലി വളരെയേറെ മാറിയിരിക്കുന്നു. ആ ബെന്നി, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? പറയൂ. ബെന്നി എന്നും എന്നെ വന്ന് കാണണം. ബെന്നിയെ കണ്ടാൽ, ബെന്നിയുമായി സംസാരിച്ചിരുന്നാൽ ഈ വേദനകളിൽ നിന്ന് അല്പമെങ്കിലും മോചനം എനിക്ക് കിട്ടും. എന്താ ബെന്നി മിണ്ടാത്തത്? നീ ഇന്ന് മറ്റൊരാടെ ഭാര്യയാണ്. ഞാൻ നിന്റെ പഴയ കാമുകന്. ഞാൻ അവിടെ വന്നാൽ നിന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും? എന്തു വിചാരിച്ചാൽ എനിക്കെന്താ? വേണ്ട ലൗലി, അത് ശരിയല്ല. എന്റെ മനസ്സുഖത്തിന് വേണ്ടി ആർക്കും ഒരു ദോഷവുമില്ലാത്ത ഈ ഒരു ചെറിയ സഹായം ബെന്നി ചെയ്യില്ലേ? പറയൂ ബെന്നി, എന്നെ സഹായിക്കില്ലേ? ലൗലി, don't disturb me. ലൗലി, ഇതാ. എന്താ ഇത്? നോക്കൂ. സാരിയോ? ഞാൻ സാധാരണ സാരി ഉടുക്കാറില്ലല്ലോ. സാധാരണയുള്ള വേഷമൊന്നും മാറിക്കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിലൊന്നും ഇനി മാറ്റാനൊക്കൊന്ന് തോന്നുന്നില്ല. അപ്പോ ലൗലിക്ക് സാരി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ ഉടുക്കുന്നത് എന്റെ മനസ്സിന് ഭാരമില്ലാത്ത ഒരു ദിവസം വരുമെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ. അന്ന് മാത്രമേ ഞാനിതെടുക്കൂ. തർക്കിക്കാനുള്ള സമയമല്ലത്. അദ്ദേഹം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഓ, ഈ മാറ്റത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അവന്റെ ഉപദേശമായിരിക്കും. വേണമെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോളൂ. നീയും അവനുമായുള്ള സഹകരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ അനുസരിക്കാൻ എനിക്കും സാധ്യമല്ല. ലവലേ, ഞാൻ അനുവദിക്കുന്ന സൗജന്യം എന്റെ ദൗർബല്യമായി നീ കാണരുത്. അഭ്യർത്ഥിക്കാനും ആജ്ഞാപിക്കാനും മാത്രമല്ല, അതനുസരിപ്പിക്കാനും എനിക്കറിയാം. നിന്റെ ഭർത്താവ് മാത്രമല്ല, എന്റെ വീട്ടുകാരും നാം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബെന്നിക്ക് മാത്രമേ കഴിയൂ. ദയവ് ചെയ്ത് എനിക്കൊരു പുതിയ ജീവിതം തരൂ ബെന്നി. ലൗലി, സ്വന്തം ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ബെന്നിക്ക് ഇപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എനിക്കതിനേ കഴിയൂ. എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുവാനുള്ള ബെന്നിക്കുണ്ടോ? ലൗലിയെ ഒരിക്കലും ഞാനൊരു തെറ്റുകാരിയായി കണ്ടിട്ടില്ല. എങ്കിൽ എന്നെ സ്വീകരിക്കൂ ബെന്നി. ലൗലി, എന്റെ ശരീരം മാത്രമേ ചീത്തയായിട്ടുള്ളൂ, മനസ്സ് ചീത്തയായിട്ടില്ല. ബെന്നിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ എന്നെ അനുവദിക്കുമോ? താമസിച്ചുപോയി. എന്റെ വിവാഹം നിശ്ചയിച്ചു. ബെന്നി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കൂ ബെന്നി. നാം തമ്മിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഞാൻ പോട്ടെ. നിൽക്കവിടെ. ഇവിടെ വരാൻ. മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്റെ ഭാര്യ വിളിച്ചിട്ട് ഞാൻ വന്നത്. നീ അവളുടെ ആരാ? അത് അവളോട് ചോദിച്ചു നോക്ക്. ഞാൻ അവളുടെ ഭർത്താവാണ്. അത് അവകാശപ്പെടാൻ 1000 പേരുണ്ട്. നാണമില്ലല്ലോ നിനക്ക്? ഒരു ഭർത്താവ്. എന്ത് പറയടാ?